guys, welcome back to my YouTube channel. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യുന്നത് തന്നെ. സോ നമ്മുടെ ഈ ഒരു ലോങ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രിപ്പ് പോവുകയാണ് ഗൈസ്. ഓക്കെ, അപ്പം നമ്മൾ ട്രിപ്പ് എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ മൂന്നാറാണ് നമ്മൾ പോകുന്നത്. ഇതൊരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പാണ്. സോ ഞാനിവിടെ സോളോ ആയിട്ടാണ് പോകുന്നത്. എല്ലാവരും അവിടെ സോളോ ആയിട്ടാണ് വരുന്നത്, ഞാനും അതുപോലെ സോളോ ആയിട്ടാണ് പോകുന്നത്. വീട്ടിൽ നിന്ന് ഞാനിത് പറഞ്ഞപ്പോൾ ഒരുപാട് എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും, എന്തായിരിക്കും, ഒറ്റയ്ക്കാണ് പോകുന്നത്. സോ ഞാനിവിടെ നിന്ന് ഒറ്റയ്ക്കാണ് അവിടെ ട്രിവാൻഡ്രത്ത് എറണാകുളത്ത് പോകുന്നത്. സോ ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രെയിനിൽ പോകുന്നത് തന്നെ. സോ ഞാൻ ഒരുപാട് എക്സൈറ്റഡുമാണ്. പിന്നെ വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നും വയ്ക്കുന്നില്ല. ഞാൻ ഓൾറെഡി പോയിട്ട് വന്നിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇൻട്രോ എടുക്കാൻ ഞാൻ ഓൾറെഡി മറന്നു പോയി ഗൈസ്. ഞാൻ പോകുന്ന ആ ഒരു വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. സോ ഞാൻ പോയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പോയി ബാക്കി വീഡിയോസ് കണ്ടിട്ട് വരൂ. സോ നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഫുൾ സെറ്റാണ്. അപ്പോൾ ബസ്സിലാണ് ഞാൻ ഇവിടെ നിന്ന് ഇവിടെ തമ്പാനൂർ പോകുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ട്രെയിൻ. അപ്പോൾ ട്രെയിൻ വന്നിട്ട് എനിക്ക് 8:55 ട്രെയിൻ. അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനങ്ങനെ സ്റ്റേഷനിൽ വന്നു, ടിക്കറ്റൊക്കെ എടുത്തു. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒറ്റയ്ക്കാണ് പോകുന്നത്. ഇനി ഇവിടെ പോയിട്ടാണ് ആരെങ്കിലും കാണാനായിട്ട്. ഞാൻ ഈ വ്ളോഗിൽ സംസാരിക്കാത്ത ആൾക്കാരൊക്കെ നോക്കുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഓക്വേർഡായിട്ട് തോന്നി. സോ അതുകൊണ്ടാണ് ഞാനൊന്നും സംസാരിക്കാത്തത്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. സോ ഫസ്റ്റ് ടൈമാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത്. സോ ഭയങ്കര എക്സൈറ്റഡാണ് കയറാനായിട്ട്. ആൾക്കാരൊക്കെ നോക്കണം. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ചെറിയൊരു ആൻസൈറ്റി ഉണ്ട്. ബട്ട് നമ്മളെല്ലാം മറന്നിട്ട് വീണ്ടും എടുക്കുകയാണ് ഗൈസ് ആൾക്കാർ. സോ നമ്മളെന്തായാലും അവിടെ ട്രെയിനിൽ കയറിയതിന് ശേഷം അടുത്ത വീഡിയോ എടുക്കുന്നതായിരിക്കും. ബാക്കി ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് ഗൈസ്, ഞാൻ നിൽക്കുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒറ്റയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് ട്രെയിനിൽ കയറാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് ട്രെയിൻ ഇങ്ങനെ അടുത്ത് കണ്ടിട്ട് ട്രെയിൻ കണ്ടിരുന്നു. അപ്പോൾ ഐ ആം സോ മച്ച് എക്സൈറ്റഡ് ഗൈസ്. സോ ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെ ഇങ്ങനെ പോകാനായിട്ട് പോകുന്നത്. ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. ചെറിയൊരു ചമ്മലുണ്ട്. ബട്ട് എന്നാലും ഞാൻ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ എടുക്കണം. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്തുനിന്ന് റെയിൽവേ സ്റ്റേഷൻ വന്നത് ഈ രാത്രി. ഇപ്പോൾ വന്നിട്ട് നോക്കിയിട്ട് കുറച്ച് വിയേർഡായിട്ട് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ സ്ട്രേഞ്ചേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഗൈസ്. അവർ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. മേ ബി ഞാൻ ഉച്ചയ്ക്കായിരിക്കും പോകുന്നത്. ഇവിടെ നേരെ ഞാൻ എറണാകുളം ബസ് സ്റ്റാൻഡിൽ പോകും. എറണാകുളത്ത് ബസ് സ്റ്റാൻഡിൽ പോയി എത്തിയിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ ടൂർ ബസ്സിൽ ആൾക്കാരെ മീറ്റ് ചെയ്തതിന് ശേഷം പോകുന്നത്. അവിടെ പോയിട്ട് സ്റ്റേ ചെയ്യുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ട്രെയിൻ എടുക്കുവാൻ ഞാൻ കയറട്ടെ, കയറിയിട്ട് കാണാം. ഞാൻ ട്രെയിൻ കയറി. അപ്പോൾ ഞാൻ ട്രെയിനിൽ കയറിയപ്പോൾ ലോക്കൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കായിരുന്നു. ഫുള്ള് ആൾക്കാരായിരുന്നു എൻ്റെ ചുറ്റും. അവിടെ നിൽക്കാനേ പറ്റുന്നില്ലായിരുന്നു. ഞാൻ പിന്നെ ആ ഒരു ബാത്റൂമിൻ്റെ സൈഡാണ് ഞാൻ കുറച്ച് സ്പേസ് കിട്ടി. ഞാൻ അങ്ങനെയാണ് അവിടെ നിൽക്കുന്നത്. കാരണം ഇരിക്കാനോ നിൽക്കാനോ അവിടെ സ്പേസ് ഒന്നുമില്ല. പിന്നെ ഒരു സൈഡ് ഞാനങ്ങനെ നിൽക്കുക. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ഒരാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. വയസ്സായിട്ടുള്ള ആൾ ഫുള്ള് കുടിച്ച് ഫിറ്റായിട്ടിരിക്കുക. എന്നെ മാത്രമല്ല, എല്ലാവരെയും നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. അവിടെ നിൽക്കുന്ന എല്ലാവരോടും അയാൾ എന്തൊക്കെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അയാളെ നോക്കുമ്പോൾ അയാളിങ്ങനെ വിളിച്ചിരിക്കുക. പിന്നീട് ഞാൻ നോക്കാത്തപ്പോൾ വീണ്ടും നോക്കും. ഇത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആൾ ഭയങ്കര ഫണ്ണിയാണ്. അപ്പോൾ ഈ ട്രെയിനിന് എറണാകുളത്ത് എത്തുമ്പോഴത്തേക്കും ഒരു മണിയാവും. കറക്റ്റ് 1 മണിയാവും. 15 അപ്പോൾ ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ട് അടുത്ത വീഡിയോ കാണിക്കാം. ഹലോ ഗൈസ്, നമ്മൾ ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്നിട്ട് ഞാനവിടെ സ്റ്റേ ചെയ്യായിരുന്നു. എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ ബസ് സ്റ്റാൻഡിൽ പോവാണ്. കുറച്ച് ലേറ്റ് ആയിട്ട്. അപ്പോൾ സോ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഞാൻ ബസ് സ്റ്റാൻഡിൽ പോകുന്നത്. അവിടെയാണ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവിടെയാണ് വെയിറ്റ് ചെയ്യുന്നത്. അവിടെ പോയിട്ട് അവിടെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആണെങ്കിൽ ആരും ഇല്ല. ഞാൻ അങ്ങോട്ട് പോകണം. അപ്പോൾ ഓട്ടോസാണ് തേടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൽ പോയിട്ട് അങ്ങോട്ട് പോകട്ടെ.
ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. നേരെ ബസ്സിൽ കയറിയിട്ടുള്ള ഷോട്ടാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ലേറ്റസ്റ്റ് ട്രിപ്പിനോടാണ് നിൽക്കുന്നത്. ഞാൻ കോർഡിനേറ്റർ. These are the new friends. Hi, നമ്മളിപ്പോ ഇവിടെ ഇരിക്കുകയാണ്. നമ്മൾ കൊടുക്കുമല്ല സൺസെറ്റ് കാണാൻ പോവാണ്. നമ്മള് ബാക്കി അവിടെ കാണും. അവിടെ ജസ്റ്റ് ചെറിയ ഫൺ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. വീണ്ടും എക്സൈറ്റഡ് ആയിരിക്കും. ബാക്കി നമ്മൾ അവിടെ പോയിട്ട് കാണുന്നതായിരിക്കും. ക്യാമറമാൻ മീനോടൊപ്പം ജാഫർ. ലാലേട്ടൊന്നും ചിരിച്ചില്ല ബ്രോ, ഒന്ന് ചെരിഞ്ഞ് നിൽക്കണേ. ലാലേട്ടനാണ് ഒരു ചെറിയ പിന്നെ ഈ ബട്ടൺ നയിച്ചു. കേരള പോലീസിൽ ഇപ്പോഴല്ലെങ്കിൽ റീലോടികളാണല്ലോ. അപ്പോൾ ബസ്സിൽ പോയപ്പോൾ തന്നെ ഒരുപാട് ഫൺ ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഈ വൈബിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങാൻ പോകുകയാണ് ഗൈസ്. നമ്മളിപ്പോ ഡൈനിങ്ങിനാണ്. നമ്മൾ ഉച്ചയ്ക്ക് ഇവിടെ ഫുഡ് കഴിക്കാനാണ് വന്നപ്പോ 1:34 അപ്പൊ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. നമ്മുടെ കോൺഫിഡൻസ് കളയാൻ പാടില്ല. അപ്പൊ എന്റെ കൂടെ ഇതാണ് പപ്പടം. ഇത് മൂന്നാർ മാത്രം കിട്ടുന്ന ഒരു പപ്പടമാണ്. പ്രത്യേക തരം ഒരു പപ്പടമാണ്. മലനിരകളിൽ നിന്നും മാത്രം വരുന്ന അരിയിൽ നിന്നും ഉണ്ടാകുന്ന പപ്പടമാണ്. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരും. എന്റെ പേര് ജബ്ബാർ കേശവൻ. അതെ, ഇത് നമ്മുടെ മറ്റു സുഹൃത്തുക്കളാണ്. കഴിക്കുന്നത് ലഞ്ചാണ്, ചോറാണ്. വർഷങ്ങളായി ചോറ് കഴിക്കാൻ വേണ്ടി ചോറ് ആദ്യം ഓർഡർ ചെയ്തതാണ്. ഇവരിപ്പോ കഴിച്ചോണ്ടിരിക്കുകയാണ്. നന്നായി കഴിച്ചോണ്ടിരിക്കുകയാണ്. വീണ്ടും ഒരു ഹൈ കൊടുക്കും. ഫുഡ് കഴിച്ചിട്ട് കഴിച്ചിട്ട് നമുക്ക് ബാക്കി നമ്മള് ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോ ഇവിടെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവിടെ പുറത്തെ വ്യൂ എന്ന് പറയുമ്പോ അടിപൊളി വ്യൂ ആണ്. ഇല്ലല്ല, ഞാൻ സീരിയസ് വ്ലോഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മള് ഇവിടെ മൂന്നാർ എത്തിയിട്ടുണ്ട്. സോ ഞാൻ ഹോസ്റ്റാണ്. നമ്മുടെ ഫ്രണ്ട്സ്, പുതിയ ഫ്രണ്ട്സ് ആണ്. എന്തെങ്കിലുമൊക്കെ പറയൂ ഗൈസ്, പറയൂ. ഇതുവരെ എങ്ങനെ ഉണ്ടായിരുന്നു പറയൂ. അടിപൊളിയായിരുന്നു. ഞാൻ ബിരിയാണി കൊടുത്തിട്ട് അവർ പറയുന്നതല്ല, അവരായിട്ട് പറയുന്നതാണ് കേട്ടോ. എല്ലാരും ഇപ്പൊ ഹാപ്പി ആയിട്ടാണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി അടുത്തുണ്ട് ട്രക്കിംഗ് ആണ്. അടുത്ത് നമ്മൾ സ്പോട്ടിൽ പോകുന്നു. പിന്നെ കുറെ സർപ്രൈസസ് ഉണ്ട്, അതൊന്നും പറയില്ല. ഡീറ്റെയിൽസ് അവിടെ അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് ബാക്കി ഡീറ്റെയിൽസ് അവിടെ നിന്നായിരിക്കും. അതുവരെ വെൽക്കം ബാക്ക് ടു മണാലിയോ. നമ്മുടെ മൂന്നാറാണ് നിൽക്കുന്നത്. ദിസ് ഈസ് ജിസൻ ബ്രോ. നമ്മളിപ്പോ മൂന്നാറാണ്. നമ്മുടെ ഇന്നലെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കൊളുക്കുമലയാണ്. കൊളുക്കുമലയില് ക്യാമ്പിലേക്ക് പോവാണ്. അവിടെ പോയിട്ട് കുറെ പരിപാടികളുണ്ട്. സോ എല്ലാം കാണിച്ചു കൊടുക്കുക. വീഡിയോ കമ്മിങ് യൂട്യൂബ്. കുറച്ച് ആൾക്കാർ എല്ലാരും അവിടെ ഓഡിയോ വാസേ ഓഡിയോ അവൻ മസിലൊക്കെ പിടിച്ചിരുന്നു ഓടി വരാൻ പറഞ്ഞപ്പോ. സോഷ്യൽ മീഡിയ റീൽ കയറി ജീവിതപാതയിൽ വന്ന് കയറി ഇനഫല്ലേ ഞാൻ തിരിച്ചു വരുമെന്ന് നീ പ്രതീക്ഷിച്ചില്ലേ? ഞാൻ തിരിച്ചു വരുമെന്ന് നീ
അപ്പോൾ ബസ് ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു. കാരണം ഞങ്ങളുടെ ബസ്സിൽ ഒരുപാട് ടാലൻ്റ് ഉള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ബസ് ജേർണി കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റി. പിന്നെ ഇടയ്ക്കൊരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു, ഒരു പച്ച ഷർട്ട് ഇട്ടിട്ട് നല്ല അടിപൊളി പാട്ടൊക്കെ പാടിയിട്ട് പോയാൽ അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കാണും. അപ്പോൾ ബസ്സിലെ ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ മൂന്നാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ക്യാമ്പിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ കുറേ ക്യാമ്പുണ്ട്. അപ്പോൾ ഇവിടെ സെക്ഷൻ വൈസ് നമുക്ക് 3 പേര് 2 പേര് കിടക്കാം. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ടെൻ്റൊക്കെ നമ്മൾ കണ്ടു. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ തണുപ്പത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ആ ടെൻറ്റിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ പുറത്ത് നോക്കുമ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മലകളുടെ ഒരു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു 2 ഡേയ്സും ഈ ഒരു ടെൻറ്റിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നാളെ രാവിലെ ട്രെക്കിങ്ങിന് വേണ്ടിയിട്ട് പോകും. സോ അപ്പോൾ കാണിക്കാം. അപ്പോൾ ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. പിന്നെ മഴ കുറച്ച് മാറിയപ്പോഴാണ് ഞാൻ പിന്നെ വീഡിയോ എടുത്തു. ഹായ് ഗൈസ്, ഗൈസ് ഞങ്ങൾ ട്രക്ക് ചെയ്യാണ് ഗൈസ്. ഇവിടുന്ന് എത്ര കിലോമീറ്റർ? 2 കിലോമീറ്റർ. ഇവിടെ നിന്ന് 3 കിലോമീറ്റർ നടക്കണമെന്ന് എന്നാണ് എൻ്റെ ഒരു ഇതിന്റെ ഇടയിൽ ഫോട്ടോ അപ്പോൾ ഇപ്പം ഞങ്ങൾ എവിടെയാണ് പോകണമെന്ന് വെച്ചാൽ ഒരു മലയുടെ ഫ്രണ്ടിലാണ്. അപ്പോൾ അവിടെ വന്നിട്ട് നല്ല വ്യൂ ആണ്. അപ്പോൾ അവിടെയാണ് ഞങ്ങളിങ്ങനെ പോകാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗായ്സ്, അങ്ങനെ നമ്മൾ മലയുടെ അടുത്തെത്തി. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കോടമഞ്ഞ് പോലെ ഇങ്ങനെ മൂടി കിടക്കുക. അപ്പോൾ നല്ല തണുപ്പാണ്. പിന്നെ മഴയുടെ ആ ഒരു ഇതുമായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മിന്നലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നോക്കാനായിട്ട് നല്ല വ്യൂ ആണ്. അപ്പോൾ അവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ക്യാമ്പിലോട്ട് പോവാണ്. അപ്പോൾ ഓൾറെഡി നല്ല മഴയാണ്. അപ്പോൾ കുറേ നേരം കൂടെ അവിടെ നിന്നാൽ മൊത്തം നനയും. സോ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ക്യാമ്പിലോട്ട് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഴ ഇങ്ങനെ പെയ്യുന്നതുകൊണ്ട് അവിടെ ഫുള്ള് ചെളിയായിട്ട് കിടക്കുന്നത്. അപ്പോൾ സ്ലിപ്പ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു കാട്ടിൻ്റെ ഇടയിൽ കൂടെ പോകുന്നത്. അപ്പോൾ നമ്മൾ ക്യാമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെന്താ പറയുന്നത്, നാച്ചുറൽ ആയിട്ട് സംസാരിക്കും. അല്ല, ഇത് വോയിസ് ഓവർ പിന്നെ ചെയ്യണോ? രണ്ടാമത് വോയിസ് ഓവർ ചെയ്യണം എന്നൊരിതില്ല. എന്റെ കൂടെ പറയാൻ എന്ത് പറയണമെന്ന് എനിക്ക് കഴിയില്ല. നിങ്ങൾ എന്തുവാടെ കാണിക്കുന്നത്? ഞാൻ ഇവിടെ കിടന്ന് തൊണ്ടയിൽ പാടുന്നു ആരും കാണുന്നില്ലേ? എന്നെയും കൂടെ പരിഗണിക്കുന്നത് നല്ലതായിരിക്കും. ശരിയെന്നാ ഞാൻ പോനാണെന്ന് അതാർക്കും എന്തായാലും അല്ലേ. ഇവിടെ നല്ല മഴയാണ്. ഞങ്ങൾ ഇവിടെ നല്ല കൊളുക്കുമല എത്തിയിട്ടുണ്ട്. കൊളുക്കുമല എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഭയങ്കര മഴയാണ്, അതുപോലെ തന്നെ നല്ല തണുപ്പാണ്. ഇത് പുതിയ ബ്ലോഗറാണ്, വളർന്നൊരു ബ്ലോഗറാണ് കേട്ടോ. അവർ ഹൈ കൊടുക്കണം. മഴ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ മഴയൊക്കെ നനഞ്ഞിട്ട് അവസാനം ഞങ്ങൾ ക്യാമ്പിലെത്തി. ചെറിയൊരു റിസോർട്ട് പോലെയാണ്, ചെറിയൊരു സ്പേസ്. അപ്പോൾ അവിടെ ഞങ്ങൾ നിൽക്കുകയാണ്. അവിടെ ഫുള്ള് തണുപ്പാണ്. സോ അടുത്തിന് ഇവിടെ നിന്ന് ഫ്രഷപ്പ് ആയതിനു ശേഷം ഞങ്ങൾ അടുത്ത് ട്രക്കിങ്ങിന് വേണ്ടി പോവാണ്. അപ്പോൾ അവിടെയാണ് ഇനി പോകുന്നത്. അപ്പോൾ ആ ഒരു ടൈം നല്ല മഴയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണെന്നറിയില്ല, നമുക്ക് എന്തായാലും പോകാം. അങ്ങനെയല്ല, ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മലയുടെ മേളിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ കൂടെ ഉള്ളത് ആരാ? പ്രവീൺ ബ്രോ ആണ്. ഹായ്. വീഡിയോ എടുക്കാം. ശരിക്കും യൂട്യൂബ് ഉണ്ടോ? ഞാൻ 2 വീഡിയോസ് ഒക്കെ. മീനു മീനു വ്ളോഗ്സ് ആണോ?
നിന്റെ വീട് ആലപ്പുഴയാണോ? അല്ലല്ലോ, എന്റത് വേണ്ട. വളർത്ത എവിടെയാ? നൈസ് അല്ലല്ലേ അത്? ഹൗസ് ബോട്ട് ഇതൊക്കെ ഉള്ളതല്ലേ? കോസ്റ്റൽ ഏരിയ അല്ലേ? അതെ. പൂവാ. ഹലോ ഗൈസ്, നമ്മളിതാ എവിടെ എത്തി? മലയുടെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. മലയുടെ ഫ്രണ്ടിലാ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഭയങ്കര മഴയാണ്. സോ കുടേൻ്റെ അകത്താണ് നിൽക്കുന്നത്. സോ നിങ്ങൾക്ക് വ്യൂ കാണിച്ചു തരാം എങ്ങനെയാണ്. അങ്ങനെ അവിടുത്തെ ട്രക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ ക്യാമ്പിലോട്ട് വന്നു. ഫുള്ള് നനഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലൈറ്റാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. അങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ആൻഡ് നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്രഷപ്പ് ആയിട്ട് നേരെ നമ്മുടെ ആ ഒരു റിസോർട്ട് അവിടെ പോകണം. അവിടെ കുറച്ച് ഫൺ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല തണുപ്പാണ് ഇവിടെ. എനിക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ല. എനിക്ക് നല്ല തണുപ്പാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ പോയി ഫ്രഷപ്പ് ആയതിനു ശേഷം നമുക്ക് അവിടെ പോയി ജോയിൻ ചെയ്യാം ഗൈസ്. അങ്ങനെ ഞാൻ ഫ്രഷപ്പ് ആയിരിക്കുന്നു ഗൈസ്. അവിടെ നല്ല തണുത്ത വെള്ളമാണ്. കൂടെ എൻ്റെ കൂടെ ചൂടുവെള്ളം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചൂടുവെള്ളത്തിൽ കുളിച്ചു. അപ്പോൾ അവിടുത്തെ നമ്മുടെ ട്രക്കിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ ക്യാമ്പിലോട്ട് വന്നു. അപ്പോൾ ഇവിടെ എല്ലാവരും ജസ്റ്റ് ഫ്രഷപ്പ് ആയിട്ട് ഫൺ ആക്ടിവിറ്റീസും കാര്യങ്ങളായിട്ട് എല്ലാവരും ജോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇനി ഇവിടുത്തെ പരിപാടി. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന വേണമെങ്കിൽ ബ്രോ പറഞ്ഞു. അതേ സൗണ്ടിൽ അവിടെയും പറഞ്ഞു. ഒന്ന് മുന്നോട്ട് വരാം. യെസ്, നോക്കി വരണേ. ഓക്കെ. സോ നമുക്ക് എന്നാ എല്ലാവർക്കും എണീക്കാം. ഉറങ്ങിയിട്ടൊന്നുമില്ല. ഫുള്ള് പാട്ടും ഡാൻസും എല്ലാം ആയിരുന്നു. അപ്പോൾ അന്ന് ആരും ഉറങ്ങിയിട്ടില്ല. കുറച്ച് പേര് നല്ല ടയർഡായതുകൊണ്ട് ഉറങ്ങാനൊക്കെ പോയി. ഞാൻ കുറേ സമയം വരെ ഇരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു 3 മണിയായപ്പോൾ ഞാൻ പിന്നെ ഒരു 10 മിനിറ്റ് കിടക്കാനായിട്ട് പോയി. അപ്പോൾ ആ ഒരു സമയം വരെ എല്ലാവരും ഇങ്ങനെ സംസാരിച്ചും കളിച്ചും ചിരിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ 10 മിനിറ്റ് കിടക്കാൻ വേണ്ടിയിട്ട് വന്നു. അങ്ങനെ 10 മിനിറ്റ് കിടന്നില്ല, 5 മിനിറ്റ് കിടന്നുള്ളൂ. നോക്കിയപ്പോൾ സ്പീക്കറിൽ പാട്ടിട്ടിരിക്കുക എല്ലാവരും എണീപ്പിക്കാൻ വേണ്ടിയിട്ട്. സോ അതിൻ്റെ ശബ്ദം കേട്ട് ഞാൻ എണീറ്റു. സോ നമുക്ക് പോയി റെഡി ആയിട്ട് അങ്ങോട്ട് പോകാം. അങ്ങനെ ഇന്നലത്തെ ദിവസം നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു. ഇതിപ്പോൾ ഡേ 2 ആണ്. ഡേ 2 നമ്മൾ കൊളുക്കുമലൈ, അപ്പോൾ അവിടെയാണ് പോകുന്നത്. അപ്പോൾ ഇന്നലെ ആരും ഉറങ്ങിയിട്ടൊന്നുമില്ല. കുറച്ച് പേര് ഉറങ്ങി, കുറച്ച് പേര് ഉറങ്ങിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എണീക്കാൻ വലിയ ലാഗൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ജീപ്പിലാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ വേറെ രീതിക്കൊന്നും അവിടെ പോകാൻ പറ്റില്ല, ജീപ്പിൽ മാത്രമേ പോകാൻ പറ്റുന്നത്. സോ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജീപ്പിൽ പോകുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഇരുട്ടായിരുന്നു. പിന്നെ ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ ഫോൺ ഇങ്ങനെ ഷെയ്ക്കായി ഞാൻ തറയിൽ വീണാലോ എന്നുള്ള രീതിക്ക് ഞാൻ ഫോണൊന്നും എടുത്തില്ല. അപ്പോൾ വരുമ്പോൾ ഞാൻ എടുത്തു. അപ്പോൾ നമ്മൾ കൊളുക്കുമല അവിടെ എത്തിയിട്ടുണ്ട്. സോ നമ്മളാണ് മലയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സൺറൈസ്. റെഡ് കളറിൽ
നിൽക്കുകയാണ് ആ ഒരു സൺ കണ്ടോ. ഇത് കുറച്ചുകൂടെ ആ ഇരുട്ടൊക്കെ ഒന്ന് മാറി കുറച്ചുകൂടെ വെട്ടം നിന്നപ്പോൾ ആ ഒരു വ്യൂ ആണിത് മലയുടെ ഫ്രണ്ടിൽ. അങ്ങനെ നമ്മൾ സൺറൈസ് ഒക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അടുത്തിന് നമ്മൾ നേരെ ക്യാമ്പിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ജീപ്പ് കിടക്കുന്ന അവിടെ പോകണം. അങ്ങനെ ഒരുമിച്ച് അങ്ങോട്ട് പോകണം. നമ്മൾ ജീപ്പ് കണ്ടുപിടിച്ചു, ജീപ്പിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ വന്നപ്പോൾ ഈ കല്ലുകളൊക്കെ ഒന്നും നേരെ കണ്ടില്ല. അപ്പോൾ വലിയ വലിയ കല്ലുകളുടെ മേലെ കൂടെ നമ്മളിങ്ങനെ പോകുന്നതുകൊണ്ട് ഇങ്ങനെ കുലിഞ്ഞ പോകുന്നത്. നമ്മൾ തിരിച്ച് എത്തുമ്പോൾ നമ്മുടെ ഇൻഡസ്റ്റൻസ് ഒക്കെ അതുപോലെ ഉണ്ടാവുമെന്നൊരു ഡൗട്ടുണ്ട്. അങ്ങനെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ നേരെ ക്യാമ്പിൽ വീണ്ടും എത്തി. അപ്പോൾ ഇനി അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം. സോ ഇതാണ് നമ്മുടെ രാവിലത്തെ അവിടുത്തെ വ്യൂ. അപ്പോൾ അത്ര തണുപ്പില്ല, പക്ഷെ എന്നാലും തണുപ്പുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ രാവിലത്തെ വ്യൂ. ഇനി നേരെ പോയി ഫുഡ് കഴിക്കണം. ഇനി വലിയ പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ ഇനി കുറച്ച് വീഡിയോസ് ആൻഡ് ഫോട്ടോസ് എടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ പ്രവീൺ ബ്രോ സെറ്റാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഇനി ആ ഒരു പരിപാടിയാണുള്ളത്. അപ്പോൾ ഞാനതിന് പോട്ടെ. ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇവൻറ്റ് ക്യാമ്പ് ഇവിടെ അവസാനിക്കുകയാണ്. സോ നമ്മളിപ്പോൾ പാക്ക് ചെയ്തെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് എല്ലാവരും ഇവിടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഞാനും എല്ലാം ഡ്രസ്സ് പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഹലോ ഗായ്സ്, നമ്മളങ്ങനെ പോകാൻ പോയിരിക്കുന്നു. എവിടെ പോകും? നാളെ വീഡിയോ വരാം, യൂട്യൂബറുടെ വീഡിയോ. അപ്പൊ നമ്മൾ നന്നായി ഗുഡ് ബൈ പറഞ്ഞു പോവുക. വീണ്ടും കോണ്ടാക്ട് കാണാം. എന്നെ കാണത്തില്ല. ഹായ് കൊടുക്കും. ബൈ. അപ്പൊ നമ്മൾ പോകുകയാണ്. വീഡിയോയുടെ എൻഡിങ് ആണ്. ഒരു ഗുഡ് ബൈ പറയൂ. ഗുഡ് ബൈ. അപ്പോ ഞങ്ങൾ പോവുകയാണ്. നമ്മുടെ ക്യാമ്പിന്റെ അവസാനമാണ്. അപ്പൊ ഇന്നാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി എൻഡിങ്. അല്ല, വീണ്ടും കാണാൻ പറ്റട്ടെ. ഹാപ്പി ജേർണി. വീണ്ടുള്ള ട്രിപ്പിലുള്ള ജേർണി. ഹാപ്പി എൻഡിങ്. ഓക്കെ, ബൈ ബൈ. സോ ഇതാണ് ഗൈസ് നമ്മുടെ രാവിലത്തെ അവിടുത്തെ വ്യൂ വന്നിട്ട്. അപ്പോൾ ഫുള്ള് മലയും പിന്നെ ഞങ്ങളുടെ ടെൻറ്റും എല്ലാം കൂടെ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല. ഇതെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ തിരിച്ച് വിടുകയാണ്. അങ്ങനെ ഗായ്സ് നമ്മൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. സോ നമ്മുടെ ഡാൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഡാൻസിങ് മൂഡിലാണ്.
നിൽക്കുന്നത്. സോ ഒരു സൈഡിൽ വിഷമമുണ്ട്, ഞങ്ങളെല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ഹൈഡ് ചെയ്ത് വെച്ചിരിക്കാൻ തോന്നുന്നു. സോ ഞാനങ്ങനെ ട്രെയിനിലെത്തി നമ്മുടെ എറണാകുളം സ്റ്റേഷനിൽ ഇനി നേരെ വീട്ടിൽ പോയി എടുക്കണം. അപ്പോൾ ബേസ് ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. സോ അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ട്രിപ്പിനെ കുറിച്ചിട്ട്. അതായത് ഞാൻ ഇവിടെ നിന്ന് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ കുറേ നാളുകൊണ്ട് പോകണം, അതായത് ഒരു ഒറ്റയ്ക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എവിടെയെങ്കിലും. പക്ഷെ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് വിടുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു, എന്നെ വിടത്തില്ല. പക്ഷെ എനിക്ക് പോകാനുള്ള ഒരു ഗട്സ് ഉണ്ടെന്ന് എനിക്കറിയാം. ബട്ട് അവർക്ക് അതിൻ്റെ സേഫ്റ്റിയാണ് പ്രധാനം. സോ അവർ വിടത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് എന്തെങ്കിലും ഒരു ഓപ്ഷൻ കാണുമല്ലോ നോക്കി ഞാൻ ഇൻസ്റ്റയിൽ നോക്കുമായിരുന്നു. അപ്പോഴായിരുന്നു നമ്മുടെ ക്യാമ്പ് വിത്ത് സ്ട്രേഞ്ചേഴ്സ്, നമ്മുടെ ജിസൻ സാബു പോസ്റ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ്. അപ്പോൾ അത് ഞാൻ കണ്ടു. പിന്നെ ഇവിടെ ആ ഒരു മൂന്നാർ പോകുന്ന പോസ്റ്റർ കണ്ടു. പിന്നെ ഞാനത് മെസ്സേജ് ചെയ്തു, ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ചെയ്ത് പേയ്മെന്റ് എല്ലാം സെറ്റാക്കി. ഇത് ഞാൻ ആദ്യം വീട്ടിൽ പറഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര അതിശയത്തോടെയാണ്, ഒറ്റയ്ക്ക് എവിടെ എങ്ങനെ പോയി എത്താനാന്നുള്ള ആ ഒരു രീതിക്കായിരുന്നു. എന്നെ ഇതുവരെ ഞാൻ ടി വിയും വിട്ട് ഒറ്റയ്ക്ക് അങ്ങനെ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെതായിട്ടുള്ള കുറേ പേടി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പോകാൻ പറ്റും, ഇപ്പം എന്തെന്നാലും ഒരു എക്സ്പീരിയൻസ് എന്ന രീതിക്ക് എടുക്കാനായിരുന്നു എൻ്റെ ഒരു നിലപാട്. അങ്ങനെയായിരുന്നു. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, രണ്ടും കത്തിച്ച് പോകാമെന്ന് വിചാരിച്ചു. വീട്ടിലെല്ലായിടത്തും പറഞ്ഞു. അപ്പോൾ അടുത്തും പറഞ്ഞു, ബ്രദറിനടുത്തും പറഞ്ഞു, അവരൊക്കെ പറഞ്ഞു പോകുന്നൊക്കെ കൊള്ളാം, നോക്കി പോകണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാനങ്ങനെ ഇവിടെ നിന്ന് ട്രെയിൻ കയറി പോയി. ട്രെയിൻ ഞാൻ പോകുന്നു അവിടെ എത്തി പോളൊന്നുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക്. അവിടെ എത്തിയോ വീട്ടിൽ നിന്ന്, കാരണം അവർക്കെൻ്റെ സേഫ്റ്റി ആണല്ലോ പ്രധാനം. സോ അങ്ങനെ ഞാൻ അവിടെ എത്തി. ആൻഡ് ഓക്കെ, ബാക്കി വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടല്ലോ. പിന്നെ ക്യാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ക്യാമ്പ് ഞാൻ എക്സ്പെക്ട് ചെയ്തതിലും ബ്യൂട്ടിഫുൾ ആയിരുന്നു. അവിടെ കുറേ പുതിയ ഫ്രണ്ട്സിനെ കിട്ടി എനിക്ക്. കാരണം എൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് എത്രത്തോളം എന്നെ കൊണ്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കെന്നെ മനസ്സിലായ ഒരു ടൈമായിരുന്നു അത്. എൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് അതും സ്ട്രേഞ്ചേഴ്സ്, ഒന്നും അറിയാത്ത സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പിടിച്ച് നിൽക്കും എന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. തിരുനാളാണ്, അപ്പോൾ അതിൻ്റെ ചർച്ചിൽ ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യാം. ഓക്കെ ഫോക്കസ്. അപ്പോൾ എനിക്ക് അവിടെ ഒരാളുടെ ഫ്രണ്ട്സിലേക്ക് കിട്ടി. എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റിയെന്ന് ചോദിച്ചാൽ പറ്റിയില്ല, കാരണം 2 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാവരുമായിട്ട് മിങ്കിൾ സംസാരിച്ച് എല്ലാവരും മനസ്സിലാക്കാനുള്ള ടൈം ഇല്ലായിരുന്നു. 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പറ്റുന്ന പോലെ എല്ലായിടത്തും സംസാരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ പറയാൻ പറ്റിയൊരു കാര്യം എന്ന് പറയുമ്പോൾ, ഞാൻ എൻ്റെ കുറേ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത പോലെ എനിക്ക് തോന്നി. അതായത് ഞാൻ പുറത്ത് പോയിട്ട് ഇങ്ങനെ വ്ളോഗും കാര്യങ്ങളും ചെയ്തില്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യുന്നത്. അതായത് ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന ഫസ്റ്റ് ടൈം. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ അവിടെ പോയിട്ട് ഞാനിങ്ങനെ ഹലോ ഗൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ ആൾക്കാരെല്ലാം എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ എടുക്കണോ വേണ്ടയോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിലായിരുന്നു. പക്ഷേ എടുക്കണം എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് ഞാൻ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ട്രിപ്പിൻ്റെ കുറേ അവിടെ പോകുന്നതും നടക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വ്ളോഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു ഇതുണ്ടായിരുന്നു, എടുക്കണം വേണ്ടോ. പിന്നെ അവിടെ വെച്ച് ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ എല്ലാം മാറ്റി മറിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഫ്രണ്ട്സും എന്നെ സപ്പോർട്ട് ചെയ്തു കേസ്. അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ബാക്കിൽ നിന്ന് എല്ലാവരും വന്നിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്തു. പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പറ്റിയതാക്കിയ നമ്മുടെ പ്രവീൺ ബ്രോ ആൻഡ് അവിടെ വേറെ ജാസിൽ ബ്രോ, ഇവരൊക്കെ കുറേ പേരുണ്ട്. പിന്നെ ഇവർ രണ്ടുപേരും എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആൻഡ് ഞാനത് വ്ളോഗ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഓക്കോട്ട്നെസ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഇവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരിക്കാം ഇനി ഞാൻ എൻ്റെ കൂടെ പറഞ്ഞതുപോലെ കുറച്ചുകൂടെ സംസാരിച്ചെന്ന് തോന്നുന്നു. പിന്നെ ഓവറോൾ ക്യാമ്പിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. പിന്നെ ഞാൻ ഈ ക്യാമ്പിൽ വരുന്നതിന് മുമ്പ് വിചാരിച്ചിരുന്നത് ക്യാമ്പ് ഒക്കെ ആവും, അതോ കൊടുത്ത പൈസയ്ക്ക് എന്തെങ്കിലും ഒരു കാണും എന്നൊക്കെ ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം സ്ട്രേഞ്ചേഴ്സ് ആണ്, അപ്പോൾ എങ്ങനെ അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യണം എന്നുള്ള കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം സെറ്റാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ പോകാം, വേറെ ഒന്നും ചിന്തിക്കേണ്ട. പ്ലാൻ ചെയ്യണം, ചുമ്മാ ചിന്തിക്കാതെ എവിടെയെങ്കിലും പോകില്ല, പ്ലാൻ ചെയ്യാം. അപ്പോൾ നിങ്ങളും എന്നെപ്പോലെ ട്രിപ്പ് ഇതേപോലെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതേപോലെ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ക്യാമ്പ് വിത്ത് സ്ട്രേഞ്ചേഴ്സ് അവരെ സമീപിക്കാവുന്നതാണ്. അടിപൊളിയാണ്. നിങ്ങൾ കൂടുതൽ എക്സ്പെക്ടേഷൻസ് വയ്ക്കേണ്ട. ഓക്കെ, ഇപ്പോൾ ഞാൻ പറയുന്നത് കൂടുതൽ എക്സ്പെക്ടേഷൻസ് ഒന്നും വയ്ക്കാണ്ട് എന്താണ് വരുന്നത്. ഇപ്പോൾ മേ ബി നെഗറ്റീവ് ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കാം. ഒരു എക്സ്പീരിയൻസ് ആണ്, മനസ്സിലായി. അപ്പോൾ നമ്മൾ ആ ഒരു രീതിക്ക് എടുത്താൽ ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾ
അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ട്രിപ്പ് പോകണമെങ്കിൽ ഞാൻ ക്യാമ്പ് വിത്ത് സ്ട്രേഞ്ചേഴ്സിനെ സജസ്റ്റ് ചെയ്യുന്നു. സോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി എപ്പോഴും അടുത്ത ഒരു ലോങ് വീഡിയോ വരുമെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ കുറച്ച് ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലോങ് വീഡിയോസ് ഇനി എപ്പോഴും വരുന്ന കണ്ടന്റ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ലോങ് വീഡിയോ ഇനി അടുത്തെപ്പോഴേലും കാണും. സോ അതുവരേക്കും ബൈ. പിന്നെ ഇടയ്ക്കൊരു ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു. നമ്മളെല്ലാം കണ്ടില്ല, ആഡ് ചെയ്തിട്ടാണോ എനിക്കറിയില്ല, എടുത്തില്ലെന്ന് തോന്നുന്നത്. അത് വിട്ടുപോയി. അപ്പോൾ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഉണ്ട് എല്ലാവരുമായിട്ട്. അതായത് വരുന്നതിന് മുമ്പേ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ചെറിയൊരു ഗിഫ്റ്റ് നമ്മുടെ സ്ട്രേഞ്ചേഴ്സിന് കൊണ്ടുവരാനായിട്ട്. സോ അപ്പോൾ എനിക്ക് പറയണം കിട്ടി. അപ്പം ഇതാണ് നമ്മുടെ സാധനം. ഇതൊരു ഗ്ലോബാണ്. അപ്പോൾ നമുക്ക് തന്നത് റൈസ് ബ്രോ ആണ്. റൈസ്, താങ്ക് യു ബ്രോ. അപ്പോൾ ഇത് ഞാനും കൊടുത്ത്, ഞാനൊരു ക്യാൻഡിലാട്ടോ കൊടുത്തത്. അപ്പോൾ ഇറ്റ്സ് ഗുഡ്. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീട്ടിൽ കണ്ടുവരാം. Goodbye.